ഹായ് ഹലോ ഇറ്റ്സ് ഐബഡി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന നാമക്കല്ലാണ്. നാമക്കല്ലിൽ എൻ്റെ വണ്ടി ബോഡി കെട്ടാൻ കൊടുത്ത വർക്ക്ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ വരുന്നത്. കുറേ നാൾ എനിക്കിവിടെ വരാൻ പറ്റിയില്ല, കാരണം മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പല സ്ഥലത്തും പോവേണ്ടതുണ്ടായിരുന്നു, മഹാരാഷ്ട്ര, അതേക്കന്നെ ഗുജറാത്ത്. അതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് മാറ്റി ഇവിടെ മാത്രമായിട്ട് വന്ന് നിൽക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ ഇവിടുത്തെ ചേട്ടൻ, ഓണർ, വർക്ക്ഷോപ്പിൻ്റെ ഓണർ മുത്തുചേട്ടൻ നല്ല രീതിക്ക് തന്നെ നമ്മുടെ വണ്ടി നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇല്ലെങ്കിലും പുള്ളിക്കാരൻ അതെല്ലാം വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്ത് തന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ ഓടി വരികയാണ് ചെയ്തത്. ഇപ്പോൾ നാമക്കല്ലാണുള്ളത്. നാമക്കൽ നമ്മുടെ വേൽമുരുകൻ ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുന്ന വർക്ക്ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ ഓണർ എന്ന് പറയുന്നത് മുത്തുവണ്ണനാണ്. അപ്പോൾ മുത്തുവണ്ണനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം, ബോഡി വർക്ക്ഷോപ്പൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇവിടെ തുടങ്ങിയാണ്. കറക്റ്റ് ഏകദേശം നാമക്കലിനടുത്ത് ഏതാണ് തുറയൂർ റോഡ് ആണ് നമ്മുടെ ഈ ഒരു ബോഡി വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബോഡി വർക്ക്ഷോപ്പിനകത്തോട്ടൊന്ന് കയറാം. ഒരുപാട് വാഹനങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ബോഡി പണി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ വണ്ടിയുടെ പണി ഏകദേശം തീരാറായി. നമ്മുടെ വണ്ടിയുടെ ഒരു ഏകദേശം എന്തൊക്കെയായെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ഒരു 10-15 ദിവസത്തിൽ കൂടുതലായിട്ട് വണ്ടിയുടെ അടുത്തില്ല എന്നാൽ പോലും നല്ല രീതിക്ക് പുള്ളിക്കാരൻ വണ്ടി കൈകാര്യം ചെയ്തു. എല്ലാ പണിയും ഏകദേശം തീർത്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം 90% വണ്ടിയുടെ പണി തീർന്നു. ഇതാണ് എൻ്റെ വണ്ടി. കണ്ടോ, ഫസ്റ്റ് കോട്ടിങ് പെയിൻറ്റ് ഉൾപ്പെടെ ചെയ്ത് വെച്ചിരിക്കണം. ചെറിയ ഒരു വർക്കുകളൊക്കെ ബാക്കിയുണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ. ഇപ്പോൾ എന്തൊക്കെ പണി ചെയ്തു, എന്തൊക്കെ പണി തീർന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെ ആൾറെഡി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ക്യാബിൻ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ക്യാബിൽ ഒരു കേരിയർ മാത്രമേ ക്യാബിൻ്റെ മുകളിൽ വരുന്നുള്ളൂ. നെയിം ബോർഡ് കേരിയർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം 25 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ കണ്ടീഷനാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ വണ്ടിയിൽ ആദ്യമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇതാണ് മെയിൻ കട്ട വെച്ചു. അത് ക്രോസ് കട്ടയും വെച്ചു. 4 ഇഞ്ചിൻ്റെ നമ്മുടെ വൈശാഖിൻ്റെ ചാനലാണ് വെച്ചിരിക്കുന്നത്. അത് ക്രോസ് കട്ട 3 ഇഞ്ചിൻ്റെ വൈശാഖിൻ്റെ ചാനൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബോഡി കെട്ടി അത് ഹൈടെക്ക്. ഞാൻ ആദ്യം ഹൈടെക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെയാണ് നമ്മുടെ കമൻറ്റിലെ ഒരു സുഹൃത്ത് നമുക്ക് ഇത് ഹൈടെക് അല്ല ഹൈഡെക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് നമ്മുടെ ഈ കുറച്ച് ഉയരത്തിൽ പൊക്കി വയ്ക്കുന്ന ഈ ഒരു ഇത് ഏകദേശം എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഹൈ ഡെക്ക് എന്നാണ് ഇതിന് പറയുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞു. ഈ സൈഡിൽ തന്നെ എല്ലാം ഹുക്കുകളെല്ലാം വെച്ച് ഇതാണെങ്കിൽ ഈ സൈഡിൽ വരികയാണെങ്കിൽ ലാഡർ വെച്ചു. അതിനൊക്കെ എന്താ നമ്മുടെ വണ്ടിയുടെ കേരിയർ ഏകദേശം തീർന്നു. നമ്മുടെ ഫ്രണ്ടിൽ നെയിം ബോർഡ് വെക്കാനുള്ള ആ ഒരു ഷീറ്റും കൂടെ വെച്ചാൽ മാത്രം മതി. പിന്നെ പെയിൻറ്റ് അടിക്കണം. അതൊക്കെ ഒരു ദിവസത്തെ പരിപാടിയുള്ളൂ. ഇനി നമുക്ക് പറയാനാണെങ്കിൽ ഈ സൈഡിൽ നോക്കണേ, നമ്മുടെ ബാറ്ററി വരുന്ന ഭാഗത്ത് നമ്മളൊരു ചാനലൊക്കെ കൊടുത്ത് ഇത് മുകളിൽ കവർ ചെയ്യാൻ പോവുകയാണ്. അതാണെങ്കിൽ ലോക്ക് ഇടാൻ പോവുകയാണ്. അതാണെങ്കിൽ ഇത് ഒരു സ്റ്റെപ്പ് കണക്ക് ഇവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ലാഡറിലൊക്കെ നമുക്ക് ഇങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ കാല് വയ്ക്കാൻ പറ്റത്തില്ല. ഇവിടെയും പിടിക്കാനോ ചവിട്ടാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ലെങ്തിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കണക്ക് ഇവിടെ ഒന്ന് പണിഞ്ഞ് ഒരു ആംഗ്ലർ വെച്ചിട്ട് ഇത് ചവിട്ടി കയറാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ ഇവിടെ ഇവിടെ ഒരു കുറച്ച് ഗാർഡും കൂടെ വരും, ചെറിയൊരു ഗാർഡും കൂടെ വരും. നമുക്ക് ഈ എയർ ടാങ്കിലൊന്നും വന്ന് തട്ടാനോ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗാർഡും കൂടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വർഷത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാറ്ററി ഗാർഡ്, അതാണെങ്കിൽ എയർ ടാങ്കിൻ്റെ ഗാർഡും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്കിവിടെ ഓരോ ടയറിൻ്റെ ഫ്ലാപ്പ് വെച്ചിട്ടുണ്ട്. ഓരോ ടയറിന് നമ്മൾ ഫ്ലാപ്പ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ ഫ്ലാപ്പ് ഫിക്സഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതാണെങ്കിൽ ബാക്കിൽ വരുമ്പോഴത്തേക്കും ചെയിനാണ് വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ടുള്ള സാധനമാണ് ഡീസൽ ടാങ്ക്. എത്രത്തോളം സേഫ്റ്റി ആക്കാൻ പറ്റുമോ അത്രത്തോളം സേഫ്റ്റി ആക്കണമെന്നാണ് നമ്മൾ ആ തുടക്കത്തിൽ നമ്മൾ ഈ ഒരു ചെറിയ രീതിയിൽ ഗാർഡൊക്കെ വെച്ച് നമ്മുടെ പൂട്ട് ഈ രീതിയിലാണ്. ഈ രീതിയിൽ തുറന്നെടുക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെയൊക്കെ ഡോറിൽ വെച്ചിരിക്കുന്ന പൂട്ടാണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത്. ഈ രീതിയിൽ അടച്ച് ലോക്ക് ചെയ്യുന്ന രീതിയിലാണ്, ചാവിയിട്ട് ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഡീസൽ ടാങ്കിൻ്റെ ക്യാപ്പിൻ്റെ ഡോറ് വെച്ചിരിക്കുന്നത്. അത് കണക്ക് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാപ്പും ഇതിൻ്റെ സെൻസറും കൂടെ കവറാകുന്ന രീതിയിലാണ് ഷീറ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു ലോക്കും കൂടെയാണ് ഇവിടെ വരുന്നത്. അത് കണക്കിന് ഇവിടെ ചെറിയ സിമ്പിളായിട്ട് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് നിലവിൽ ഇത് ചെയ്താൽ പോരാ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഡീസൽ മോഷൻ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുകളിലോട്ട് നമ്മുടെ മഹാരാഷ്ട്ര, ബീഹാർ എന്നൊക്കെ കുറച്ച് മുകളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ഡീസൽ മോഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി 2 ദിവസം മുമ്പ് ഡീസൽ മോഷൻ നടന്നു. അതുകൊണ്ട് ഇപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്നത് ഞാൻ
കുറച്ചും കൂടെ ഒന്ന് ഷീറ്റ് അടിച്ച് കവർ ചെയ്ത് മാക്സിമം ഇത് കവർ ചെയ്ത് താഴെയും മുകളിലും ഒക്കെ കവർ ചെയ്തെടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അതേ ഗുണക്ക് നിലനിർത്തിക്കൊണ്ട് കഴിഞ്ഞാൽ ഈ സൈഡിൽ ചെറിയ ഷീറ്റ് അടിച്ച് എടുക്കും. അതാണെങ്കിൽ അടിയിൽ ഒരു പ്ലൈവുഡ് കൂടെ കയറ്റി വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അടിയും കൂടെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതാണെങ്കിൽ ആ സൈഡും ഈ സൈഡും കൂടെ ചെറിയ ഷീറ്റിൽ മൊത്തത്തിൽ ഇവിടെ ടാങ്ക് കൊണ്ടെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലോ ഉണ്ടെങ്കിൽ ടാങ്ക് കൊണ്ടെന്ന് അറിഞ്ഞാലും അത് പൊട്ടിക്കാൻ പറ്റാത്ത രീതിയിലോ നമ്മൾ ഡീസൽ ടാങ്ക് കവർ ചെയ്തെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബാക്കി ഇതൊക്കെ ഹുക്കൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ്ട് നമ്മുടെ പാർക്ക് ലൈറ്റിൻ്റെ ഇതുണ്ടല്ലോ, പാർക്ക് ലൈറ്റ് വയ്ക്കാനുള്ള പ്ലേറ്റ്, അത് ഓരോന്നും അവർ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇന്നത്തോണ്ട് ഏകദേശം തീരും. നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ആണ് ലൈറ്റ് വെച്ചിരിക്കുന്നത്. കാരണം രാത്രിയൊക്കെ നമ്മൾ റിവേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ചിലപ്പോൾ വെട്ടം ഇല്ലാത്ത സ്ഥലത്ത് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പാർക്ക് ലൈറ്റ് വെട്ടം കിട്ടുന്ന രീതിയിൽ രണ്ടെണ്ണം അടുപ്പിച്ചടുപ്പിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതേണെങ്കിൽ യു ക്ലാമ്പ് ഇതാണ് നമ്മൾ ചേസിൽ ഇച്ചിരി കട്ടിയുള്ളതാണ് വെച്ചിട്ടുള്ളത്. ചിലയിടത്തൊക്കെ ഇതിലും കട്ടി കുറഞ്ഞ യു ക്ലാമ്പൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കട്ടിയുള്ളത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടൈറ്റ് ചെയ്യാണ്ട് കേട്ടോ. ഇനി അതേണെങ്കിൽ നമ്മുടെ ബാക്കിൽ വരുമ്പോഴത്തേക്കും ഫ്ലാപ്പ് ചെയിനാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ വണ്ടി പഞ്ചർ ആവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ കയറി ജാക്കി വെക്കാനും ടയർ ഊരിയെടുക്കാനും ഒക്കെ ഇത് ഫിക്സഡ് ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് തള്ളി ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ കയറി പണി ചെയ്യാൻ പറ്റും. ആ ഒരു സൗകര്യത്തിനാണ് ചെയിൻ ആക്കിയത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഫ്രണ്ടിൽ വെച്ചാണ് ഫിക്സഡ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സ്ഥലം വളരെ കുറവായിരിക്കും. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അടിയിൽ കയറാൻ പാടായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഇത് പിന്നെ നമുക്ക് കിച്ചൺ ബോക്സ് വരുന്നുണ്ട്. കിച്ചൺ ബോക്സ് എന്ന് പറയുന്നത് നോർമലി 3-2 അടിയാണ് കിച്ചൺ ബോക്സ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് 4-2 അടിയാണ്. അത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കിച്ചൺ സാധനങ്ങൾ വെച്ചിട്ട് ഇവിടെ നമുക്കൊരു വാട്ടർ 20 ലിറ്ററിൻ്റെ വാട്ടർ ക്യാൻ വെക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്തിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ മിക്കവാറും നമ്മൾ കുടിവെള്ളം കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മുകളിലോട്ട് പോകുന്നതോറും വെള്ളം നമുക്ക് ചിലപ്പോൾ കട്ടിയുള്ള വെള്ളമായിരിക്കാം, കുടിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ പാചകം ചെയ്യാനുള്ള വെള്ളമൊക്കെ നമ്മൾ മിക്കവരും നാട്ടിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ക്യാൻ വെക്കാനുള്ള സൗകര്യത്തിന് അവിടെ ഒത്തിരി കൂടെ സ്പേസ് കൂട്ടി ചെയ്തത്. സാധാരണ 3-2 എല്ലാവരും ചെയ്യുന്നത്, നമ്മളത് 4-2 ചെയ്തു. ആ ഒരു വ്യത്യാസം മാത്രമേ കിച്ചൺ ബോക്സിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ഊരിയെടുത്ത് പെയിൻ്റൊക്കെ ചെയ്യാണ്ട് ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലത്തുള്ള ഒരു മോഡൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്പർ പ്ലേറ്റ്, ബാക്കി ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരും. പിന്നെ പ്രത്യേകിച്ച് ബാക്കിൽ പറയത്തക്ക ഒന്നുമില്ല. ഹുക്ക് കണക്കിന് ഡോറിൻ്റെ ലോക്ക്. ഇപ്പോൾ റൈറ്റ് സൈഡ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സൈഡാണ് സ്റ്റെപ്പിന് വരുന്നത്. വണ്ടി ഷാസി ഇറക്കിയപ്പോഴത്തേക്കും സ്റ്റെപ്പിന് ലെഫ്റ്റ് സൈഡായിരുന്നു. അപ്പോൾ നമ്മളവിടെ കിച്ചൺ ബോക്സ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് കിച്ചൺ ബോക്സ് വെക്കുന്നത് കൊണ്ട് നമ്മൾ അത് ഊരിയിട്ട് അവിടെ നിന്ന് നമ്മുടെ സ്റ്റെപ്പിന് ഊരിയിട്ട് റൈറ്റ് സൈഡിലോട്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടയർ കിടക്കുന്നുണ്ട്, ഊരിയിട്ടതാണ് നമ്മൾ. ഇനി അത് വേണം സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. അത് കണക്കിന് ഇവിടെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ബാക്കി റൈറ്റ് സൈഡിൽ ഉള്ള കണക്കിനാണ് ഇവിടെ ഇതൊക്കെ ഇപ്പോൾ വെച്ചതാണ്. നമ്മുടെ പ്ലേറ്റ്, പാർക്ക് ലൈറ്റ് വയ്ക്കാനുള്ള പ്ലേറ്റൊക്കെ ഉണ്ട്. ഫ്ലാപ്പ് നമ്മൾ ചെയിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ പ്രൈമർ കോട്ടൊക്കെ ചെയ്തിട്ടേക്കാണ് കേട്ടോ. നമ്മുടെ ഈ മെയിൻ കട്ട അതണക്കിന് ക്രോസ് കട്ടയൊക്കെ പ്രൈമർ കോട്ട് ചെയ്തിട്ടേക്കാണ്. കണക്കിന് സൈഡ് ആംഗ്ലെയർ, സൈഡ് ആംഗ്ലെയറിലൊക്കെ പ്രൈമർ കോട്ട് ചെയ്തിട്ടേക്കാണ്. ഇവിടെയാണ് നമ്മുടെ ടൂൾ ബോക്സ് വരുന്നത്. ഇതൊക്കെ ഇപ്പം ചെയ്ത വർക്കാണ് കേട്ടോ. ടൂൾ ബോക്സും അതിൻ്റെ ആംഗ്ലെയറും കാര്യങ്ങളൊക്കെ. അതിനൊക്കെ നമുക്ക് ആർട്ട് ബ്ലൂ ടാങ്കിന് ഒരു ചെറിയൊരു ഗാർഡ് വെച്ചിട്ടുണ്ട്. എങ്ങോട്ടെങ്കിലുമൊക്കെ കയറി തട്ടായിരിക്കാം. കാണാൻ ഫൈബർ അല്ലേ, ഫൈബർ ആകുമ്പോഴത്തേക്കും കയറി തട്ടിയെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗാർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ 2-2 ഇഞ്ച് സൈസിലുള്ള ടൂൾ ബോക്സ് ആണ്. ഇതിൽ ചങ്ങല വെക്കാണ്ട് ഇങ്ങനെ ഇരിക്കും. നമുക്ക് ജാക്കി, അതിനൊക്കെ ലിവർ, വീൽ സ്പാനർ, അതൊക്കെ നമുക്ക് ആ സൈഡ് വെക്കാം. ഇത് നമുക്ക് റൈറ്റ് സൈഡിന് ഒരു ലാഡർ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എല്ലാ വണ്ടിയിലും സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ അഡീഷണലായിട്ടൊന്നും ചെയ്തിട്ടില്ല.
പിന്നെ നമുക്ക് ഇപ്പോൾ ഡീസൽ ടാങ്കിന് കുറച്ച് കവർ ചെയ്യണമെന്ന് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ചെയ്ത് തന്നെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമായിട്ട് നമുക്കൊരു സാധാരണ രീതിയിൽ കാട്ടി കുറച്ച് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് ഡീസൽ ടാങ്കിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ നോർമലായിട്ട് ഇവിടെ ഉള്ളത് സാധാ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. മാക്സിമം 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് ഇറക്കി പൂജയൊക്കെ ചെയ്ത് നമുക്ക് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ബോഡി പണിക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ, നാമക്കല്ലിൽ ബോഡിയുടെ ക്വാളിറ്റി ഒന്ന് വേറെ തന്നെയാണ്. ഇവിടുത്തെ പണിക്കാർ പണി ചെയ്യുന്നവർക്ക് നമ്മുടെ നാട്ടിൽ എന്തായാലും ചെയ്തിട്ടില്ല. കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവരാണ്. തട്ടിക്കൂട്ട് പരിപാടികളൊന്നുമില്ല. പണിയിൽ വേറെ ഒന്നും മോശം പറയാൻ ആർക്കും ഒരു അവസരം കൊടുക്കാത്ത പണി. പക്ഷെ കുറച്ച് സമയം ചിലപ്പോൾ നമുക്ക് ഒരു 5 ദിവസം 10 ദിവസം കൂടുതൽ ഇവിടെ നിൽക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ വണ്ടി പണി ബെസ്റ്റ് ആയിരിക്കും. വണ്ടി കിടക്കത്തില്ല, ഇങ്ങനെ പുളന്നു പോവുക, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ നമ്മൾ പിന്നെ ചിന്തിക്കുകയേ വേണ്ട. നമ്മൾ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നാമക്കല്ല്, ശങ്കഗിരി, തിരുച്ചെങ്കോട് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് വണ്ടി പണിയുടെ ഒരു മെയിൻ ഏരിയകൾ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാമക്കല്ല് വന്നത്. വില വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നാട്ടിൽ ചെയ്യുന്ന കണക്കായാലും ഇവിടെ ചെയ്യുന്ന കണക്കായാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയ വ്യത്യാസമുണ്ട്, എന്നാലും ഇവിടെയാണ് വളരെ കുറവ്. നമ്മുടെ നാട്ടിൽ പണി ചെയ്യുന്നതിനെക്കാട്ടി ഇവിടെ തന്നെയാണ് വില കുറവ്. എന്നാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ അവിടെ എണ്ണ അടിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം ടൈപ്പാകും. പക്ഷേ ക്വാളിറ്റി വ്യത്യാസം വരും. നമുക്ക് ഇത്രയും ദൂരം ഓടാനുള്ളതും ലോഡ് കപ്പാസിറ്റി കയറ്റാനുള്ളതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പണിയിൽ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട് അണ്ണമാചാരത്തിൽ നിന്ന് വേണം. ഇത്രയ്ക്ക് അടിപൊളി പണിയാണ് ഇവിടെ. ഓക്കെ, നമ്മുടെ വർക്ക്ഷോപ്പ് പരിചയപ്പെട്ടു. നമ്മുടെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന മറ്റ് വാഹനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ വണ്ടി മാത്രമേ ഇവിടെ കമ്പനി ക്യാബിനായിട്ട് കിടപ്പുള്ളൂ. ബാക്കിയെല്ലാം കെട്ട് ക്യാബിന് അടിക്കാൻ വന്ന വണ്ടികളാണ്. നമ്മുടെ ഈ ഷെഡിനകത്ത് തന്നെ ഒരു 1, 2, 3, 4, 5 വണ്ടികളായിട്ടും കിടപ്പുണ്ട്. അതിലൊക്കെ ഞാൻ 3 ചേസ് പണി തുടങ്ങാതെ ഇട്ടിട്ടുണ്ട്. അതായത് ആൾറെഡി 4 വണ്ടിയുടെ പണി നടക്കുന്നുണ്ട്. 3 വണ്ടിയുടെ പണി വന്ന് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇതൊരു 6 വീലാണ്. ഇതിൻ്റെ ബോഡി പണി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഇവിടെ ഒരാളുണ്ട്, അഫ്സൽ എന്ന് പറയുന്ന ചേട്ടൻ. പുള്ളിക്കാരൻ്റെ 2 6 വീലാണിത്. ഇതിപ്പോൾ കുറച്ച് മുമ്പ് പണി തുടങ്ങിയതേ ഉള്ളൂ. ഇതും ഇതേപോലത്തെ ചേസിലാണ് വന്നത്. അതായത് ഈ ചേസിന് എന്തോ കട്ടിങ് ചേസ് അങ്ങനെ എന്താണ് പറയുന്നത്, ഡാഷ്ബോർഡ് ചേസോ അങ്ങനെ എന്തൊക്കെ പറയാം. നമുക്കൊന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് കറക്റ്റായിട്ട് ചോദിക്കാം. എന്താണ് വണ്ടിയുടെ പേരെന്താണ്? വണ്ടി ലൈവ് കാർട്ടൺസ് കാർട്ടൺ ബോക്സിന്റെ പരിപാടിയാണ്. ഓക്കെ, ബോക്സ് അടിക്കുന്നത്. ലോങ് കുറവാണോ? ഇല്ല, ബാംഗ്ലൂർ നമ്മളെ കമ്പിന്റെ കോട്ടാണ്. കാലിക്കറ്റ് ആണ് നമ്മളെ ചേസ് എടുത്തത് എവിടെ? ചേസ് പാലക്കാട്. കോഴിക്കോട് ബുക്ക് ചെയ്തിട്ട് പാലക്കാട് ഡെലിവറി എടുത്തു. നമുക്ക് തമിഴ്നാട് വേണമെങ്കിൽ ഇവിടെയും ഡെലിവറി അവൈലബിൾ ആണ്. നമുക്ക് അവിടുന്ന് കിട്ടി. ഇവിടെ ആകുമ്പോൾ പിന്നെ ദിവസം കൂടുതലെടുക്കും. അവിടെ ആകുമ്പോൾ ഒരു വണ്ടി നമ്മൾ ബുക്ക് ചെയ്ത് നമ്മുടെ ടി പി കാര്യങ്ങൾക്ക് റെഡി ആയി കഴിഞ്ഞാൽ ഒരു 1 വീക്കിനുള്ളിൽ വണ്ടി നമുക്ക് കൈ കിട്ടും. ഇവിടെ പിന്നെയും കൂടും. ലേലൻ തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത നമ്മുടെ ബോഡി കട്ടൻ ചേസ്. അത് നമുക്ക് ഇനി ഉപയോഗമില്ലല്ലോ. നമ്മൾ തിരിച്ചു കൊടുക്കുക. നമ്മൾ അവർക്ക് ഇത് കൊടുത്ത് ഇതടക്കാണ് നമ്മളെ കൊട്ടേഷൻ. പിന്നെ അവരത് ചിലപ്പോൾ പുറത്ത് വെക്കും. അത് നമ്മുടെ നമ്മുടെ ആ റേറ്റ് കുറച്ചാണ് നമുക്ക് ഒരാൾക്ക് വെക്കും. നമ്മൾ 2ാമത് പണിയുന്നതിനെ കാട്ടി ആദ്യമേ നല്ല രീതിക്ക് കെട്ടി ഉയർത്തിയെടുക്കണം. അതെ, 3-4 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്തായാലും തുരുമ്പാന്നില്ല 100% ഗ്യാരണ്ടി. ബോഡി എങ്ങനെയാണ് കിട്ടാൻ തീരുമാനിച്ചത്? ബോഡി നമ്മൾ ഫുൾ MS കിട്ടുന്നത്. ഇരുമ്പ്, അതായത് ഇരുമ്പിൽ തന്നെയാണ്. അപ്പൊ ഈ SS പണിഞ്ഞത് അടിയിലത്തേക്ക് വേണ്ടി മാത്രം അല്ല, SS ഈ പ്ലാറ്റ്ഫോം വേണ്ടി മാത്രം. പിന്നെ ഒരു വണ്ടി നമ്മൾ ഫുൾ SS വരുന്നത്, ഒരു വണ്ടി MS സ്ക്രാപ്പ് ഒക്കെ കയറ്റുകയാണെങ്കിൽ SS മാഗ്നറ്റ് കൂടുതൽ പിടിക്കും. സ്ക്രാപ്പിൽ ഒരുപാട് കാന്തങ്ങൾ അതാണ് ഐറ്റംസ്. പിന്നെ കുറച്ചുകൂടെ ഇതിനെക്കാട്ടും അത് കുറച്ചുകൂടെ ബോഡി ഹെവി ആയിരിക്കും. ഇത് 1.6 സൈഡ് ഇടുമ്പോൾ അത് 3 mm വരിക. SS സൈഡ് പൊങ്ങും. സാധാ വരുന്ന ഇതിനൊക്കെ വരുന്നത് 1.6 ആണ്. 16 kg എന്നാ പറയാ. 16 kg വരുന്നത് മറ്റേ 3 mm SS. അതാണ് നമ്മളെ സീറ്റാണ് കിടക്കുന്നത്. നല്ല ക്വാളിറ്റി സീറ്റാണ്. ഇന്നലെ സേലത്ത് നിന്ന് കൊണ്ടുവന്നാണ്. ഇവിടെ അവൈലബിൾ അല്ല. സേലത്ത് നിന്ന് എത്തിച്ചതാ. സേലത്ത് നിന്ന് ഇന്നലെ നമ്മള് കൊണ്ടുവന്ന സാധനം. ഇവിടെ MS മാത്രമേ കിട്ടൂ. MS പറയുമ്പോ ഇരുമ്പും. ഇത് ഫുള്ള് MS ആണ്. MS അല്ല, ഇത് ഫുള്ള് SS ആണ്, സൈൻ സ്റ്റീൽ. ഇത് വന്നിട്ട് പ്ലാറ്റ്ഫോമിൽ 4 mm, സൈഡിൽ 3 mm. പിന്നെ ക്യാബിന്റെ മുകളിൽ അടിക്കും നമ്മള് SS. സൈഡിൽ കുത്ത് ഷീറ്റ് ആണോ? ഏത് കുത്ത് ഷീറ്റ് അല്ല, കുത്ത് ഷീറ്റ് എല്ലാം MS. മുകളിൽ ക്യാബിന്റെ ടോപ്പില് ഫൈബർ ചെയ്യുന്നില്ലേ, അത് ഫൈബർ ചെയ്യൂല.
ഫൈബർ അതിന് ജോയിന്റ് മാത്രമേ ചെയ്യൂ. നമ്മുടെ ഈ കെട്ടുകാവിൽ AC ഒക്കെ കമ്പനി തരുന്നുണ്ടോ? AC കണ്ടൻസറും കംപ്രസറും ഒരു ബ്ലോവറും തരുന്നുണ്ട്. പക്ഷെ ആ ബ്ലോവർ നമുക്ക് തണുപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ട്രാവലറിന്റെ ബ്ലോവർ വെച്ചിട്ട് എക്സ്ട്രാ ചെയ്താണ്. അത് നമുക്ക് 33,000 രൂപ എക്സ്ട്രാ നമുക്ക് ചെലവുണ്ട്. യൂണിറ്റ് പുതിയത് എടുക്കുകയും പഴയ ബ്ലോവറെല്ലാം മാറ്റും. കമ്പനി ACയുടെ ബ്ലോവർ കൊണ്ട് വലിയ ഒരു ഉപകാരം. അത് നമ്മൾ BS4 വണ്ടിയിൽ വരുന്ന സാധാ ഒരു ഫാൻ വരുന്നുണ്ടല്ലോ, ആ സെയിം സാധനം. അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയ ചെയ്യാൻ 33 രൂപ നമ്മൾ ചെയ്യാം. നമ്മൾ കോഴിക്കോട് നിന്ന് ചെയ്യാം. VVSC എന്നുണ്ട് ഒരു കമ്പനിയുടെ കോഴിക്കോട്. നല്ല വർക്കാണ്, നല്ല സൂപ്പർ വർക്കാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മുടെ ട്യൂബാണ്. ഇതിപ്പോ ട്യൂബ് ആണ് ടയർ. ഇതിപ്പോ നമ്മൾ ഒഴിവാക്കും. കമ്പനി വന്ന ടയറല്ലേ സിയറ്റ്. മോഡിഫിക്കേഷൻ ആണ്. ഈ ടയർ നമ്മള് അയച്ചു മാറ്റിയിട്ട് നമ്മൾ ട്യൂബ്ലെസ് ടയർ മിച്ചിലിനാണ് ഇതിൽ ആഡ് ചെയ്തത്. ഇതിപ്പോ നിലവിൽ സിയറ്റ് ആണ്. സിയറ്റ് നമ്മൾ ഓവർ മൈലേജ് കിട്ടൂല. നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള വില വ്യത്യാസവും ഉപയോഗവും ചേഞ്ച് ചെയ്യുമ്പോൾ പറയുമ്പോൾ നമുക്ക് ടയറിന് മൈലേജ് കിട്ടും കുറച്ച്. പിന്നെ ഇങ്ങനെ ഊരി കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു പകുതി പൈസ കൊണ്ട് 7 ടയറാവും. പകുതി പൈസ കൊടുത്താൽ അതായത് ഇപ്പം പറഞ്ഞാൽ ഒരു 65,000-70,000 രൂപന്റെ ഉള്ളിൽ നമുക്ക് ഈ 7 ടയർ ട്യൂബ്ലെസ് ആയി കിട്ടും. അത് പുതിയ ടയർ തന്നെയായിരിക്കും, പുതിയ ഫ്രഷ് പുത്തൻ ന്യൂ. അത് 2026 ടയർ വരിക. 25 വരെ എടുക്കൂല. 25 വരെ നമ്മൾ എടുക്കൂല. അപ്പൊ നമ്മുടെ കട്ടൻ ചേസ് പണിഞ്ഞുകൊണ്ട് വന്ന ഈ വണ്ടിക്ക് വേണ്ടി പണിഞ്ഞുകൊണ്ട് വന്ന ഇതാണ് ക്രെയിനിൽ ഇറക്കാൻ പോകുന്നത്. അപ്പൊ കൂടെ നമ്മുടെ ആയിഷ ഉണ്ട്, തിലകർ ഉണ്ട്, പെയിന്റർ. തിലകർ ഓൾറൗണ്ടർ ആണ്. ഓൾറൗണ്ടർ തിലകണ്ണൻ ഓൾറൗണ്ടർ. ഇതിപ്പോ നമ്മുടെ റേഡിയേറ്റർ ടാങ്കിന്റെ മുകളിൽ ടച്ച് ആവുന്നുണ്ട്. അതെ, ബെൽറ്റ് ഈ ബെൽറ്റ് അയക്കണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒന്ന് വെക്കണം. മറ്റേ ബെൽറ്റ് ജാം. അതാണ് സംഭവം. കട്ട വെച്ചിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഊരുമല്ലോ? എല്ലാം ഊരി. നമ്മുടെ സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ ഊരിയതാ വണ്ടിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് മെക്കാനിക്കാണിത്. പിന്നെ നമ്മളിത് ഫിറ്റ് ചെയ്തിട്ട് അത് വീണ്ടും എല്ലാം അതിന് ഫിറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ 2 ചേസിലെ ഉടമസ്ഥനാണ് അഫ്സലിക്ക. പുള്ളിക്കാരൻ വയനാട് അടിവാരത്താണ് താമസം. അപ്പൊ പുള്ളിക്കാരന്റെ വണ്ടി ഇപ്പൊ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ പണി ചെയ്തു? നമ്മളിപ്പോ കമ്പനി വന്നിരുന്ന കട്ടലാസ് ആയിരുന്നു ഏകദേശം ഇതേ കണക്ക്. അപ്പൊ നമ്മളത് റിമൂവ് ചെയ്തിട്ട് പുതിയ കട്ടൻ കേസ് പുതിയത് പണിതാണ്. കുറച്ചുകൂടി തിക്നെസ് കാര്യങ്ങൾ ഉറപ്പ്. പെട്ടെന്ന് തുരുമ്പൊന്നും എടുക്കുന്നില്ല. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതേപോലെ ചെയ്തിരിക്കുന്ന SS ആണ്, സൈൻസ് സ്റ്റീൽ എന്ന് പറയും. സ്റ്റീലാണ് ചെയ്തത്. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? സാധാരണ ഇരുമ്പല്ലേ ചെയ്യുന്നത്? ഇരുമ്പാണ് ചെയ്യില്ല. അപ്പൊ ഇതാകുമ്പോ കുറച്ചുകൂടി നമുക്ക് ഇപ്പൊ അടിയ ടയറിന്റെ മേലേക്ക് വെള്ളം അടിക്കുമ്പോ തുരുമ്പ് കാര്യങ്ങൾ ഒരു 10 വർഷം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പൊ സാധാരണ തിക്നെസ് എത്രയാണ്? ഇതിന്റെ തിക്നെസ് എത്രയാണ്? ഇതിപ്പോ 3 mm ആണ് വന്നത്. സാധാ 2 mm ചെയ്യുന്നവരുണ്ട്, 3 mm MS ചെയ്യുന്നവരുണ്ട്. നമ്മള് 3 mm SS ചെയ്തത്. അപ്പോ നമ്മുടെ വണ്ടി ഇന്നാണ് പണി തുടങ്ങിയത്. എന്നാണ് ഇപ്പൊ തറക്കല്ലിട്ടത്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഒരു 5-6 ദിവസമായി വണ്ടി ഇവിടെ കിടക്കുന്നു. ഇന്നിപ്പോ പുതിയത് അടിച്ചു കൊണ്ടുവന്ന് ഇട്ടു. ഇനിയിപ്പോ നമുക്ക് ക്ലച്ചിന്റെ കാര്യങ്ങള് സ്റ്റയറിംഗ് ഒക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഫുൾ ആംഗിളർ കാര്യങ്ങളൊക്കെ നാളെ പണിക്കാർ വരും. അതിന്റെ ഒരു സാധനങ്ങളൊക്കെയാണ് അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടത്. നമ്മുടെ വീടൊക്കെ പണിയുന്ന മാതിരിയാ തറക്കല്ലിടൂല്ലേ, തറക്കല്ലാണ് ഇട്ട്. ഇത് ഇടാതെ നമുക്ക് പണി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കട്ടൻ ചേസ് വെച്ച ശേഷം ആദ്യം ചെയ്യുന്ന പണി ഇവിടെയാണ്. ഇത് ഫസ്റ്റില് നമ്മള് ഈ വന്ന കട്ടൻ ചേസ് നമ്മൾ റിമൂവ് ചെയ്തപ്പോ ഇതെല്ലാം ഊരി വെച്ചേ. ഇത് പുതിയ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഇത് രണ്ടാമത് ഫിറ്റ് ചെയ്ത് സ്റ്റയറിംഗ് കൂടെ നമ്മൾ ഫിറ്റ് ചെയ്യും. നമ്മളൊരു ബുദ്ധി തോന്നിയാ വെറുതെ ഹൈക്കാണ്ടല്ലോ വിചാരിച്ചിട്ട് ഒന്ന് മൂടി വെച്ചാണ്. അപ്പൊ ഇനി ഇത് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ ഇതിവിടെ ഫിറ്റ് ചെയ്ത ശേഷം സ്റ്റയറിംഗ് എടുത്ത് നോക്കും. അപ്പൊ നമ്മള് മുമ്പ് ഉണ്ടായിരുന്നത് കർവ് ആയിരുന്നത് കൊണ്ട് ആക്സിലേറ്റർ ഫുൾ ആയിട്ട് ഡൗൺ ആവുമായിരുന്നു. ഇതങ്ങനെ ഡൗൺ ആവില്ല. അതിന് നമ്മൾ ഇത് ചെറിയൊരു ഓൾട്ടർ ചെയ്യും. ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആക്സിലേറ്റർ ഒന്ന് മേലേക്ക് കയറ്റിട്ട് ബിൽഡ് ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിരിക്കും. വേറെ കുഴപ്പങ്ങളൊന്നും. നമ്മളിങ്ങനെ ചെയ്താൽ കൂടുതൽ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ്, സ്പേസ് കിട്ടും നമുക്ക്. പിന്നെ AC വണ്ടിയാണല്ലോ ഇപ്പം വരുന്നത്. അപ്പൊ നമുക്ക് വണ്ടി ക്ലീൻ ആക്കാനും സുഖമായിരിക്കും. പെട്ടെന്ന് നമുക്ക് താഴെ തന്നെ നിന്നിട്ട് തറയിൽ നിന്നിട്ട് വണ്ടി തട്ടിക്കൊണ്ട് ക്ലീൻ ആക്കാം. പിന്നെ നടിന്റെ മുകളിൽ മാറ്റ് വിരിക്കും. ഓൾറെഡി ഇത് ചൂട് കൂടുതലായിട്ട് മാറ്റ് വിരിച്ച് ഫുള്ള് റെഡിയാക്കും. നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ആണ് ഇരിക്കുന്നത്.
ഇതെല്ലാം ഊരി വെച്ചിട്ടാണ് നമ്മൾ ഈ കട്ടിംഗ് ചെയ്സ് എല്ലാം ഊരി വെച്ചിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഊരി വെച്ചിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇവിടെയാണ് സാധാരണ ഹാൻഡ് ബ്രേക്ക് വരിക. ഓക്കെ. ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇവിടെ ഫിറ്റ് ആക്കും. ഓക്കെ. വയറ് വലിക്കും. ഓക്കെ. ഹോസ് ഇതിന്റെ എയർ ഹോസ് വലിച്ചിട്ട് ഇവിടെ ഫിറ്റ് ആക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ചെയ്സ് റിമൂവ് ചെയ്യുന്നതും ഫിറ്റ് ചെയ്യുന്നതും ക്രെയിന്റെ സഹായത്തോടെ. ക്രെയിന്റെ സഹായത്തോടെ. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും ഒരേ സമയത്ത് ചെയ്തു. അതെ. അപ്പൊ നാളെ ഇതിന്റെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അതിന്റെ വീഡിയോ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഈ ക്യാബിൻ എങ്ങനെ ഇരുന്നോ അതേ കണക്ക് ഇരുന്നതാണ് ഈ ക്യാബിൻ. കണ്ടാ, ഇതിൽ സ്റ്റിയറിംഗ് ഇല്ല, ഗിയറിന്റെ ലിവർ ഇല്ല, ഒന്നുമില്ല, ആക്സിലേറ്ററിന്റെ ലിവർ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇതില് പുതിയ കട്ടിംഗ് ചെയ്സ് കയറ്റി ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്ലാറ്റ് ആണ്. ഇങ്ങനെയാണ്, ഇതാണ് കർവ്. സാധാരണ എല്ലാവരും ചെയ്യാറ് ഇങ്ങനെയാണ്. ഇതേമാതിരി പുതിയത് ഉണ്ടാക്കുവാണെങ്കിലും ചെയ്യാറ് ഇതേമാതിരി വരും, ഇങ്ങനെ പൊങ്ങി വരും. നമ്മളത് ഫ്ലാറ്റ് ആക്കി. അപ്പൊ കൂടുതൽ സ്പേസും കിട്ടും. അതിന്റെ ഇതിന്റെ മാറ്റം നോക്കി നിങ്ങൾ. അതെ, വണ്ടി കുറച്ചും കൂടെ ഒക്കെ ഉയർന്നു നിൽക്കുന്നതാണ്. കുറച്ച് ഹൈറ്റ് വരും, കാരണം ഇത്രയും പൊന്തും അല്ലേ. പിന്നെ നമ്മൾ ഡ്രൈവർ ആണെങ്കിലും കുറച്ച് ഹൈറ്റിലാണ് ഉണ്ടാവുക. ഇതിന്റെ മേലെ സീറ്റ് നമുക്ക് ഒരു ആൾട്ടർ ചെയ്യും, പീസ് വെച്ചിട്ട്. അതിന്റെ മേലെ വരുമ്പോൾ വണ്ടി കറക്റ്റ് ഹൈറ്റ് ആയി കിട്ടും. നമ്മൾ ഫ്രണ്ടിലൊക്കെ നോക്കുമ്പോൾ നല്ല കാണാനും പറ്റും. ഓക്കെ. അതാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇതായിരിക്കുന്നു. ഇതൊക്കെ ഇനി നമുക്ക് എടുക്കാമല്ലോ അല്ലേ? എടുത്തോളൂ. ഇത് നമ്മൾ നേരെ ഇവിടത്തേക്ക് കൊണ്ടുവരും. ഓക്കെ. ഇതാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക്. ഓൾറെഡി ഇവിടെ നമ്മൾ വരുന്നത്, അത് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റും. ഫ്രണ്ടിലോട്ട് കുറച്ചും കൂടെ വയർ എടുക്കേണ്ടി വരും. വയർ എടുക്കേണ്ടി വരും. അത് ഒരു 800 രൂപ മുടിക്കാൽ നമുക്ക് എന്താക്കാം, ഇവിടെ വെക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഹോൾസ് ഇട്ട് തുളയ്ക്കണ്ട. ഇവിടെ ഇത് വെക്കുന്ന സമയത്ത് നമ്മളെ സ്ഥലം മുടങ്ങും. ഓക്കെ, മനസ്സിലായി. ബാക്കിൽ കുറച്ച് ഫ്രണ്ടിലാവുന്നതാണ് നല്ലത്. അപ്പൊ ഇവിടെ ഫ്രീ ആയി കിടക്കും. ഇവിടെ നമുക്ക് ഒരു പൈപ്പ് മാത്രമേ വരും. ഓക്കെ. അത് ഡ്രൈവർ സീറ്റ് വെക്കാൻ വേണ്ടിട്ട്. ഓക്കെ. അപ്പൊ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മെക്കാനിക്കിന്റെ സൗകര്യം, മെക്കാനിക്കാണ് വന്നത്. എല്ലതും അയച്ചത് അവരിപ്പോ കൊടുക്കുക, അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത്. ഓക്കെ. അപ്പൊ നമുക്ക് എത്ര ദിവസം കൊണ്ട് ഈ വണ്ടി കിട്ടും? ഇവര് പറഞ്ഞത് എന്നോട് 30+5 ആണ്. പക്ഷെ നമ്മളെ നമുക്ക് വണ്ടി വെട്ടി നിന്നിട്ടൊക്കെ പരിചയം വെച്ചിട്ട് ഒരു 45 ദിവസം നമ്മൾ മാക്സിമം 10 ദിവസം കൊണ്ട് അധികം കാണണം. കാരണം ഈ പണിക്കാരൊക്കെ കറക്റ്റ് ഒന്നും വരുന്നില്ല. ഒന്ന് വരുന്ന നാളെ വരുന്നില്ല. അവരിപ്പോ ബോഡി ബിൽഡേഴ്സിനോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ഇതെല്ലാം അറിയാഞ്ഞിട്ട് നമ്മൾ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ക്വാളിറ്റി അല്ലേ. ഇവരെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 എന്റെ സുഹൃത്ത് 2 വണ്ടി ഇവിടെ ബോഡി ഇട്ടിട്ടുണ്ട്. 2 വണ്ടി ഇപ്പൊ ഇത്രയും വർഷമായിട്ട് വെൽഡിങ് പൊട്ടിയാവ് ഒന്നും വന്നിട്ട് പണി 2021 അവിടുന്ന് വേറൊരു ബോഡി കിട്ടിയിട്ട്. അത് ബോഡി ബിൽഡേഴ്സ് പേരൊന്നും വരണ്ട, വർക്ക് പോയപോലെ നമുക്ക് ഒത്തിരി കംഫർട്ടായിട്ട് തോന്നുന്നത് ഇവിടെയാണ്. അത് പണിയാണ്. അതാണ് പൊതുവെ നമ്മൾ അന്വേഷിച്ചിടത്തോളം കുറച്ച് ഡിലേ ആവും, പക്ഷെ പണി സൂപ്പർ പണി. വെൽഡിങ് കാര്യങ്ങൾ ഇപ്പൊ എല്ലാവർക്കും അറിയാം. വേൽമുരുകൻ മുത്തുവണ്ണൻ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാവർക്കും. പുള്ളിക്കാരൻ 45 വർഷത്തെ എക്സ്പീരിയൻസ്. അത് മാത്രമല്ല പുള്ളിക്കാരൻ ഒരു മലയാളി കൂടെയാണ്. മലയാളിയാണ്. വയനാട് സ്വദേശിയാണ്. വളരെ കൊച്ചിലെ പുള്ളിക്കാരൻ ഇവിടെ നമ്മളിപ്പോ എന്തൊരു പണി പറഞ്ഞാലും പുള്ളിയുടെ അടുത്ത് അങ്ങനെ മറുത്തൊന്നും പറയുന്നു, അത് ചെയ്യും. ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് നമ്മൾ ഫസ്റ്റിലെ കൊട്ടേഷനിൽ എഴുതി കൊടുത്താൽ ഒരു കുഴപ്പമില്ല. എന്തൊക്കെ വേണം ഏതൊക്കെ വേണം എന്ന് പറഞ്ഞാല് അത് കറക്റ്റ് ആയിട്ട് പുള്ളി ചെയ്തു. അതെ. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ടാങ്കിൽ കുറച്ച് കവർ ചെയ്യണമെന്ന് രണ്ടാമത് പറയാൻ ചെയ്തത്. പുള്ളിക്കാരൊന്നും പറയില്ല, നമുക്ക് അത് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങളെ വണ്ടിന്റെ ഇത് ഭയങ്കര ഷൂട്ടിങ്ങല്ലേ, നല്ല രസമുണ്ട്. ഞങ്ങൾ ചെയ്യണം വിചാരിക്കും. അതായത് മറ്റേത് പൊട്ടിച്ച് ഡീസൽ ടാങ്ക് ഇപ്പൊ വലിയ ടാങ്ക് അല്ലേ. അതെ. 450 ലിറ്റർ ഡീസൽ ഒക്കെ നമ്മള് പോയത് തന്നെ. അതെ അതെ അതെ. നമുക്ക് 1000 പോയി പരാതിക്കണ്ടല്ലേ. അത് നല്ല വൃത്തിയുണ്ട് ചെയ്ത്. പുള്ളിക്കാരൻ നമ്മുടെ കൂടെ മുമ്പ് ഒരു വണ്ടി ഉണ്ടായിരുന്നു, മാരാരെന്ന് പറഞ്ഞു. പുള്ളിക്കാരന്റെ വണ്ടി ഇതൊക്കെ ചെയ്തത്. അതിന്റെ ലോക്ക് ഉണ്ട്. അങ്ങനെ കുറച്ചും കൂടെ കംഫർട്ട് ഉണ്ട്. ആരും പൊട്ടിക്കാൻ പറ്റില്ല. അല്ല അത്രയും സമയമൊക്കെ പൊട്ടിക്കാൻ നമ്മൾ അറിയുകയും ചെയ്യും. അതെ. അല്ലെങ്കിൽ മറ്റേ കള്ളച്ചാവിട്ടൊക്കെ തിരിച്ചിരിച്ചിരിക്കും. എന്തായാലും നമ്മുടെ ഈ വണ്ടിയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇപ്പൊ നാട്ടിലോട്ട് എന്ന് പോകണം? ഞാൻ ശനിയാഴ്ച ഒന്ന് പോകണം. ചെറിയൊരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിങ്ങോട്ടൊക്കെ വരും. ഓക്കെ. അപ്പൊ 2 വണ്ടിയാണ് അഫ്സലിക്ക ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടും ചേട്ടൻ തന്നെ. എന്ത് എൻ്റെ ഒരു ബെസ്റ്റ് ഒരു ഫ്രണ്ട് സുഹൃത്ത് ഫൈസൽക്കാന്ന് പറയും. പുള്ളിയുടേതാണ് ഇത്. ഓക്കെ. ഇത് എന്താണ്? ഓക്കെ. നമ്മുടെ കൗൾ ചേസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ബോഡി, അതായത് കട്ടൻ ചേസ് കയറ്റുമ്പോഴത്തേക്കും റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ഇതിലുള്ള സാധനങ്ങൾ മുകളിലോട്ടുള്ള എല്ലാം ഊരി നമ്മൾ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. എന്നാ മറ്റേ നമുക്ക് ഇത് വെക്കാൻ പറ്റും കറക്റ്റ് ഒരു ഗ്യാപ്പിൽ കൂടെ. ഇത് വെച്ചിട്ട് ഇതിന്റെ മേലെ ഒരു ഇത് വരും, കപ്പ് മേലെ സ്റ്റയറിംഗ് എടുത്ത് കൊടുക്കും. വേറെ ഒന്നും എത്രയൊന്നും വേണം. ഓക്കെ. ഇത് വേണേൽ ജസ്റ്റ് നോക്കിട്ടെ. സ്റ്റിയറിംഗിന്റെ നമ്മുടെ റാഡാണല്ലേ? അതെ. ഇതാണ് നമ്മളെ എസിന്റെ കണ്ടൻസറും കംപ്രസറും ഊരി വെച്ചിട്ടുണ്ട്. കണ്ടൻസറിന്റെ മുകളിൽ ഇത് ഇനിയിപ്പോ പുതിയ യൂണിറ്റ് എടുക്കുകയാണ്. പഴയ യൂണിറ്റ് നമ്മൾ എടുക്കൂല. ഇവിടെ നമ്മൾ പഴയത് ഊരി വെച്ചു. ഇനി നമ്മൾ പുതിയ യൂണിറ്റ് എടുത്തിട്ട് മേലെ
ട്രാവലറിന്റെ ബ്ലോവർ വെച്ച് സാധാരണ അവിടെ പുതിയ യൂണിറ്റിനൊക്കെ 10-70 രൂപ എന്ന് പറഞ്ഞു കേട്ടോ. അത് 70 രൂപ എന്ന് വെച്ചാൽ കണ്ടൻസറും കംപ്രസറും ആഡ് ചെയ്തിട്ടാണ്. ഇതിപ്പോ നമുക്ക് ഓൾറെഡി കമ്പനി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകളിലേക്ക് ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. പുതിയ യൂണിറ്റും വയറും കാരണം അത് വരുമ്പോൾ തന്നെ 33-34 ആവും. ഇന്നത്തെ ദിവസം നമ്മുടെ ആ വണ്ടിയുടെ കട്ടിങ് ചേസ് ആണ് ചേഞ്ച് ആക്കിയിട്ടുള്ളത്. നാളത്തെ ദിവസം ഈ വണ്ടിയുടെ പഴയ, അതായത് കമ്പനി കട്ടിങ് ചേസ് പൊക്കിയിട്ട്, ക്രെയിൻ ഉപയോഗിച്ചാണ് പൊക്കിയിട്ട് നമ്മളിപ്പോൾ അളവെടുത്ത് പണിയാൻ കൊടുത്തിട്ടുണ്ട്. ആ ചേസ് കട്ടിങ് ചേസ് വരും. അത് ക്രെയിൻ ഉപയോഗിച്ച് ഇതിൽ ഫിറ്റ് ചെയ്യും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ ഈ വണ്ടിക്ക് ഇപ്പം നിലവിൽ സ്റ്റിയറിങ് ഒക്കെ ഊരി വെച്ചേക്കാണ്. സ്റ്റിയറിങ്, അതിനൊക്കെ ആക്സിലേറ്ററിൻ്റെതും ക്ലച്ച്, ബ്രേക്ക് എല്ലാം റിമൂവ് ചെയ്തേക്കണം. അവിടെ ഗിയറിൻ്റെ ഇതുണ്ട്, അവിടെ ഗിയറിൻ്റെ ലിവർ ഇല്ല. അതിനൊക്കെ എല്ലാം റിമൂവ് ചെയ്ത് വെച്ചേക്കണം. ഇതെല്ലാം സംഭവം നെട്ടും ബെൽറ്റും എല്ലാം ഊരി ഇട്ടിരിക്കുകയാണ് ഈ ഒരു കട്ടിങ് ചേസിൻ്റെ. ഇനി ക്രെയിൻ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മാത്രം മതി. ആ ഒരു കണ്ടീഷനിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നാളെ നമ്മുടെ പണിയാൻ കൊടുത്ത കട്ടിങ് ചേസ് വന്നിട്ട് ഇതിൽ വെക്കും. ഇതിൽ വെച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി പിന്നെ സ്റ്റിയറിങ്, ഗിയർ ലിവർ, ബ്രേക്ക്, പിന്നെ അതാണൊക്കെ തന്നെ ക്ലച്ച്, ആക്സിലേറ്റർ എല്ലാം സെറ്റ് ചെയ്യുന്നത്. ചിലരൊക്കെ ഇത് റിമൂവ് ചെയ്യാതെ ഇതിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്യും കേട്ടോ. അങ്ങനെയും ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ അനുഭവം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ക്വാളിറ്റി കുറവെന്നാണ് പറയുന്നത്. കമ്പനിയുടെ അത് ക്വാളിറ്റി കുറവാണ്. നമുക്കത് ക്വാളിറ്റി അനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 വർഷം തിരിഞ്ഞ് നോക്കണ്ട, അല്ലെങ്കിൽ 3-4 വർഷം കഴിയുമ്പോൾ ഇത് വീണ്ടും പാച്ച് വർക്കൊക്കെ ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി മറ്റൊരു വണ്ടി കാണിച്ചു തരാം. ഈ വണ്ടി 14 വീലാണ്, നമ്മുടെ സുഹൃത്തിൻ്റെ തന്നെയാണ്. ഇതിലിപ്പോൾ നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത്, എൻ്റെ വണ്ടി ആ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, എൻ്റെ വണ്ടി കമ്പനി ക്യാബിനാണ്. ഇതിൽ കവിൾ ചേസാണ് വന്നിരിക്കുന്നത്, കവിൾ ബോഡിയാണ് വന്നിരിക്കുന്നത്. അതായത് കെട്ട് ക്യാബിൻ കെട്ടാനായിട്ട് നമ്മൾ ഇഷ്ടപ്രകാരം കെട്ട് ക്യാബിൻ ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന മോഡൽ ഇങ്ങനെയാണ്. നിലവിൽ ഈ ഒരു 14 വീലിൻ്റെ ചേസും പണി തുടങ്ങിയിട്ടില്ല. ഇതിനും ആ വണ്ടിയിലത്തെ കണക്ക് കഴിഞ്ഞാൽ കട്ടിങ് ചേസ് വരാണ്ട് ഇത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ട് അതേ കണക്ക് ക്രെയിൻ ഉപയോഗിച്ച് പുതിയ കട്ടിങ് ചേസ് ഇറക്കിയ ശേഷമാണ് ഇതിൻ്റെ ബോഡി കെട്ടി തുടങ്ങുക. കാരണം ഇതിൻ്റെ ബോഡി കെട്ടുന്നതിൻ്റെ മറ്റേ ആർച്ചിനൊക്കെ എന്താ പറയുന്ന, മറ്റേ എന്താ ക്യാബിൻ குண்டா கேபின் பண்றதுக்கான ஒரு ஆங்கிலர் இல்லையா? கூண்டு ஓகே, போட்டாதான் மத்த எல்லாம் செய்ய முடியும், கட்ட முடியும். ஓகே, அப்ப ஃபர்ஸ்ட் நம்ம கட்டிங் சேஸ் கட்லஸ் ஆണോ? கட்லஸ் ஓகே ஓகே, பல பேര് പറയും കേട്ടോ. பிளாட்பார் கட்லஸ் இத ரிமூவ் பண்ணிட்டு அடுத்து புதுசா அது ரெடி போடுவாங்க. போட்டோம்னா ஆங்கில கூண்டு போட்டு அதுக்கப்புறம் கேபின் மேல ஸ்டார்ட் ஆகும். ஓகே, കട്ട്ലാസ് പോട്ടാൽ ബാഡി വർക്ക് ചെയ്യാൻ முடியும். ഓക്കെ ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കമ്പനി ക്യാബിനിലെ ഏറ്റവും ആദ്യത്തെ പണി. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ക്യാബിൻ തീർന്നിരിക്കും. അപ്പോൾ ഒരു 12 വീല് ഇവിടെ കിടക്കുകയാണ്. കെട്ട് ക്യാബിൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണക്ക് വന്ന ചേസാണ്. ആദ്യം തന്നെ കട്ടിങ് ചേസ് നമ്മൾ വെച്ചു. ഇതാണ് നമ്മൾ ചെയ്ത കട്ടിങ് ചേസ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന കട്ടിങ് ചേസ് റിമൂവ് ചെയ്തിട്ട് പുതിയ കട്ടിങ് ചേസ് അവർ വെച്ചു. അതിനുശേഷം ഇത് ഗൂണ്ട് എന്നാണ് പറയുന്നത്, ആംഗ്ലർ ഗൂണ്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഫ്രെയിം അടിച്ചു, ഇരുമ്പിന് ഫ്രെയിം അടിച്ചിട്ട് അതിനകത്ത് തടിയുടേതൊക്കെ വെച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു പകുതിയോളം ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബോഡി കെട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ട പണി നമ്മുടെ ക്യാബിൻ്റെ പണിയാണ്. ആ പണി ചെയ്തെടുക്കുക ഒരുപാട് സമയം എടുക്കും. ബാക്കിലത്തെ ബോഡി കെട്ടാനൊക്കെ വളരെ ഒരാഴ്ചയോ മാക്സിമം 10 ദിവസമോ 12 ദിവസമോ ഒക്കെ മതിയാകുമെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. പക്ഷേ ഇത് ചെയ്യാനായിട്ട് ഒരു 10-20 ദിവസമെങ്കിലും കുറഞ്ഞത് വേണം ഈ ഒരു ക്യാബിൻ ചെയ്തെടുക്കാനായിട്ട്. അത്രയ്ക്ക് പെർഫെക്റ്റും നീറ്റും ശ്രദ്ധയോടെ മാത്രമേ നമുക്ക് ഈ ഒരു ക്യാബിൻ ചെയ്തെടുക്കാൻ പറ്റൂ. ഇത് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു 12 വീലിൻ്റെ ക്യാബിനാണ്. ഇപ്പോൾ വരുന്ന വണ്ടിക്കെല്ലാം AC ക്യാബിനാണ്. അപ്പോൾ AC ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇതൊരു ലെയ്ലാൻഡിൻ്റെ കെട്ട് ക്യാബിനാണ്. ലെയ്ലാൻഡിൻ്റെ ചേസിൽ കെട്ടിക്കൊണ്ടിരുന്ന ക്യാബിനാണ്. ഇവിടെ കിടക്കുന്ന 99 അല്ല 100% വണ്ടികളും ലെയ്ലാൻഡാണ്. ഇവിടെ മറ്റൊരു വാഹനങ്ങളും ഇല്ല, എല്ലാം ലെയ്ലാൻഡ് തന്നെയാണ് വന്ന് കിടക്കുന്നത്. കൂടുതലും കെട്ട് ക്യാബിനുമാണ്. നമ്മുടെ ബാരബൻസിൽ അങ്ങനെ കെട്ട് ക്യാബിൻ കണ്ടിട്ടില്ല ഞാൻ, ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഡോറ് കണ്ടാൽ അറിയാം ഇത് AC ക്യാബിനാണെന്ന്. അപ്പോൾ ഏകദേശം പണിയൊക്കെ തീർന്ന് നിൽക്കുകയാണ്. നമുക്കിനി വേറെ ഒരു വണ്ടി കിടക്കുന്നത് അപ്പുറത്ത് വണ്ടി കിടപ്പുണ്ട്. ഇവിടെ മറ്റൊരു വണ്ടി വന്ന് കിടപ്പുണ്ട് പലക മാറ്റാനായിട്ട്. അപ്പോൾ ഓൾറെഡി ഇതുണ്ടായിരുന്ന പലക നശിച്ചു പോയപ്പോഴത്തേക്കും പുതിയ പലക അടിക്കാൻ വേണ്ടി വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പലക ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പലക ഈ സൈഡിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഈ സൈസാണ്. നമ്മുടെ വണ്ടിക്ക് നമ്മൾ ഇരുമ്പ് ചാനൽ ക്രോസ് വെച്ചായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ഈ വണ്ടിക്ക് തടിയാണ്. എല്ലാം ക്രോസ് ആയാലും മെയിൻ കട്ടായാലും എല്ലാം തടിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ തടി ഇങ്ങനെ അളവെടുത്ത് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊരു വണ്ടി ഇവിടെ ഫുള്ള് പെയിൻറ്റിങ്ങിന് വന്ന് കിടപ്പുണ്ട്. മറ്റൊരു വണ്ടി ഇതാ ഇവിടെ ഫുള്ള് ഫ്രണ്ട് ഒന്ന് പണിയാനായിട്ട് വന്ന് കിടപ്പുണ്ട്. ഇതാ ഈ വണ്ടി ഫുള്ള് ഫ്രണ്ട് പണിയാനായിട്ടും ഫുൾ പെയിൻറ്റിങ്ങിനുമായിട്ട് വന്ന് കിടക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പഴയ ഫ്രണ്ട് ഇതാ ഈ കാണുന്നതാണ്. ഇത് മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രണ്ടൊക്കെ ഒന്ന് പണിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മൊത്തം ഒത്തിരി തുരുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. റീപെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ബാക്കി കിടക്കുന്ന ഈ വണ്ടി ഫുള്ള് ടെസ്റ്റായിട്ട് പെയിൻറ്റിങ്ങിന് ഫുൾ പെയിൻറ്റിങ്ങിന് കൊണ്ടുവന്ന വണ്ടിയാണ്. അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇവിടെ പല വർക്കിനായിട്ട് വന്ന് കിടപ്പുണ്ട്. പുതിയതായാലും പഴയതായാലും ഇവിടെ എല്ലാ പണിയും എടുക്കുന്നതാണ്. അപ്പോൾ നമ്മളെ വണ്ടി പുറത്തോട്ട് എടുക്കുകയാണ് വാട്ടർ സർവീസ് ചെയ്യാനായിട്ട്. പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വാട്ടർ സർവീസ് ചെയ്യാനായിട്ട് നമ്മുടെ വണ്ടി 25 ദിവസങ്ങൾക്ക് ശേഷം ഷെഡിൽ നിന്ന് പുറത്തോട്ട് ഇറക്കുകയാണ്. ഇപ്പോൾ ഫുള്ള് ബോഡിയും ചേസും മൊത്തം പൊടി അടിച്ച് കിടക്കുകയാണ്. കഴിഞ്ഞ 25 ദിവസത്തെ പൊടി ഈ വണ്ടിയിൽ ഇപ്പോൾ ഉണ്ട്. എല്ലാ പണിയും ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്. എന്നാലും പെയിൻറ്റിങ്ങിൻ്റെ പണി ചെയ്ത് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വാഷിനോട്ട് കൊണ്ടുപോവുകയാണ്. പിലകർ എണ്ണയാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുള്ളത് ഇപ്പോൾ വാട്ടർ വാഷിന് കൊണ്ടുപോകാനായിട്ട്. നമ്മളെ വണ്ടി ഏകദേശം പണികളൊക്കെ തീർത്തിട്ട് നേരെ പെയിന്റ് ചെയ്യാനായിട്ട് സെക്കൻഡ് കോട്ട് പെയിന്റ് ചെയ്യാനായിട്ട് വാട്ടർ സർവീസ് ചെയ്യാനായിട്ട് വന്നിരുന്നു. ഫുൾ വാഷല്ല, വെള്ളം അടിച്ച് ജസ്റ്റ് പൊടിയും അഴുക്കളൊക്കെ ഒന്ന് കളയുന്നതേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേപ്പർ സാനിറ്റൈസർ വെച്ച് ഉരച്ച് കുറച്ച് പൊട്ടിയിട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ വാട്ടർ സർവീസ് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ അതേ സ്ഥലം തന്നെയാണ്. വെള്ളം മാത്രമേ അടിക്കുന്നത്, ഫുൾ സർവീസ് അല്ലായിരുന്നു. ഇവിടെ 400 റേഞ്ചാണ് സർവീസ് ചെയ്ത് ചാർജ് ആവുന്നത്. പക്ഷെ വിലയില്ല, പൊതുവെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ വലിയ വിലയില്ല. പിന്നെ ഈ വണ്ടി വെള്ളം അടിച്ച് കഴുകാനായിട്ടായി അതൊക്കെ തിരിച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഈ ക്യാബ് നമ്മൾ പൊക്കേണ്ടതുണ്ട്. അപ്പൊ അത് ലിവർ എടുക്കാൻ മറന്നുപോയി. അപ്പൊ ലിവർ എടുക്കാനായിട്ട് നമ്മൾ ചേട്ടൻ പോയിരിക്കുന്നത് പിലകരെണ്ണം പോയിട്ടുണ്ട്. കുറഞ്ഞ വരും നമ്മൾ ക്യാബിനൊക്കെ വന്ന് മാർക്കറ്റ് ഷോപ്പിടൊക്കെ ഡീസലും അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ആൾറെഡി ചേസ് ക്ലീൻ ആണ്, ജസ്റ്റ് പൊടി പിടിച്ച് കിടക്കുന്നതാണ്. നമ്മൾ പണിക്ക് കയറ്റുന്നതിനും നോക്കല്ലേ. ക്യാബിൻ പൊങ്ങുന്നുണ്ടല്ലേ? ഇപ്പൊ നമ്മുടെ ക്യാബിൻ പൊക്കിയാണ്. ക്യാബിൻ പൊക്കി അതിനകത്തൊന്ന് വാട്ടർ സർവീസ് ചെയ്യേണ്ടതുണ്ട്. പിലകറണ്ണ, വാട്ട് നെക്സ്റ്റ് പരിപാടി എന്നെല്ലാം പണാൻ പോറേ? இப்போ தூக்கிவிட்டு வாட்டர் சர்வீஸ் ஃபுல்லாக பண்ணிட்டு ஓகே நேராக பெயிண்டிங் தான். ஓகே அவ்வளோதான். அப்போ சின்னதாக ஒரு வெல்டிங் அகத்த பலகை எல்லாம் எப்போ அது போய் பண்ணிடுவாங்க. ஓகே ஓகே. நெக்ஸ்ட் காலையில் பெயிண்டிங் ஸ்டார்டிங் பண்ணிங்க. பலகை வந்துடுச்சா? பலகை இருக்கு இல்லையா? ஓகே பலகைலாம் இருக்கு. ஓகே. இப்போ திலகரண்ண ഓൾറൗണ്ടറാണ്. എല്ലാத்துக்கும் ഒരു കയ്യായിരിക്കും. ഓക്കെ. ഇതാണ് നമ്മുടെ എൻജിൻ. എന്താ എഴുതിയിരിക്കുന്നത്? H-Series 4V. ഇതാണ് നമ്മുടെ ലൈലാൻഡ് എൻജിൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ വാട്ടർ സർവീസ് ചെയ്യാനുള്ള പ്രഷറിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ എൻജിൻ വെച്ചിട്ടുണ്ട്, ഡീസൽ എൻജിൻ. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിലകരണ്ണം തന്നെയാണ് ഫുള്ള് വാട്ടർ സർവീസ് ചെയ്യുന്നത് കേട്ടോ. എന്താണെന്നറിയാൻ വയ്യ, ഇവിടുത്തെ പണിക്കാരൊന്നും കാണാനില്ല. പുള്ളിക്കാരൻ തന്നെയാണ് വാഷ് ചെയ്യുന്നത്, പുള്ളിക്കാരൻ തന്നെയാണ് പെയിൻറ് ചെയ്യുന്നത്. എല്ലാം പുള്ളിക്കാരൻ, എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ തന്നെ ഏറ്റെടുത്ത് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ പൊടിയാണ് കൂടുതലും, അഴുക്കൊന്നും വലിയതായിട്ടില്ല. പൊടി
പൊടി അടിച്ച് കിടന്നതാണ്. കഴിഞ്ഞ 20-25 ദിവസമായിട്ട് പൊടി അടിച്ച് കിടന്നതിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്യുക, അത്രയേ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. വാട്ടർ വാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ. അപ്പോൾ സാധാരണ സർവീസ് സ്റ്റേഷനിൽ ആരെങ്കിലുമൊക്കെ പണിക്കാർ കാണുന്നതാണ്. അപ്പം കണ്ടം തന്നെയാണ് എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ പിറകിൽ നമ്മുടെ 2-3 അണ്ണന്മാരും കൂടെ വന്നിട്ടുണ്ട്. അവിടെ ഒരു പൈപ്പുമായിട്ട് അകത്തുനിന്ന് വാഷ് ചെയ്ത് ഇറക്കാനായിട്ടാണ്. അല്ല, ഇവിടെ ഒരു വണ്ടിയുടെ പണി കിടക്കുന്നുണ്ടോ? ഫുള്ള് അഴിച്ചു വെച്ചേക്കുന്നുണ്ടോ? ഈ വണ്ടിയുടെ ബോഡിയാണിത്, സെറ്റ് ചെയ്തല്ലേ? ഈ ഒരു നാക്കഡ് ലുക്ക് രസം അല്ലേ കാണാൻ? മോൺസ്റ്റർ നമ്മുടെ സെൻസറിന്റെ അല്ല, ഇതാണല്ലേ വെള്ളം കയറിയ വലിയ വിഷയം വരുമെന്ന് കേട്ടോ. അണ്ണൻ പറഞ്ഞ കുഴപ്പമില്ല, അണ്ണൻ പറഞ്ഞ അതെല്ലാം പ്രശ്നമില്ല. ഇത് സംഭവം റിവേഴ്സ് ഗിയർ ഇടുമ്പോ സെൻസർ ഉണ്ടല്ലോ അല്ലയാ? ഉങ്ങളെ എടുത്തിருக்கு நீங்க நாளைக்கு பிரபலமாயிடுவீங்க. ஆமா, யூடியூப்ல எல்லாம் வந்துரும். എല്ലാരും ഹാപ്പിയാണ് അല്ലേ? ഹാപ്പിയാണ്, എല്ലാരും ഹാപ്പിയാണ്, നമ്മള് ഹാപ്പിയാണ്. അളിയ എന്റെ അളിയ ആദ്യമായിട്ടാണ് നമ്മളെ വണ്ടിയിൽ ഇരിക്കുന്നത്. ആനക്കുട്ടി ஆனா திலகரண்ணா, அப்போ நமக்கு நெக்ஸ்ட் டீசல் போடுறதுக்கு இல்ல, ஏன்னா நமக்கு ஸ்ப்ரே பெயிண்ட் பண்றதுக்கு டீசல் தேவை. மீடியமா இருக்கணும், இருந்துகிட்டே இருக்கணும் டீசல். இல்லைன்னா வச்சுங்க ட்ரை ஆச்சுன்னா கம்பெனியால தான் வரணும். ஓகே 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 ஓகே. அதாவது அழியா நம்ம ஆனா இங்க எந்த இடத்திலும் இது கிடையாதா? கம்ப்ரஸர் கிடையாது இல்லையா? எங்கேயுமே கிடையாதுண்ணா. எப்படி இவ்ளோ பிரஷர் வருது? அது இன்ஜின், அது டீசல் இன்ஜின், டீசல் கம்ப்ரஸர். ஆனா பெயிண்ட் ஸ்ப்ரே பண்றதுக்கான கம்ப்ரஸர் இல்ல. ஏன் அப்படி? அல்ல, இது இல்ல பொதுவா இப்படிதான் இல்ல இல்ல. கம்ப்ரஸர் இருந்தா ரொம்ப ஈஸியா இருக்கும் இல்லனா? அந்த இதை விட இப்ப பண்றதை விட கம்ப்ரஸர் இருந்தானா ஈஸியா இருக்கும். பெயிண்டிங் கம்ப்ரஸர் ஓகே தானா, ஆனா வந்து அது அப்பப்ப கரண்ட் இதா பிரச்சனை ப்ராப்ளம் ஜாஸ்தி ஆகும். அது மட்டும் இல்ல, நமக்கு ஒரு இடத்துல இல்ல, இன்னொரு வருஷத்துக்கு போனோம்னா உதவியா இருக்கும். இந்த ஹோஸ் மட்டும் போதும். ஓகே. இப்ப நான் நிறைய வண்டிக்காரங்களே சொல்லியே கொடுத்துருக்கேன். இடையில டயர் ஏர் கம்மியாச்சுன்னு வச்சுங்க, இந்த மாதிரி போட்டுங்கன்னா ஹோஸ் மட்டும் வாங்கி கொடுத்துருவேன். ஓகே, போட்டீங்கன்னா போதும் உங்களுக்கு. அந்த இடத்துல ஃபிட்டிங் பண்ணி 10 தூரம் போய் வேலை பண்ணி பார்த்துக்கோங்க. ഓക്കെ. നമ്മുടെ വർക്ക്ഷോപ്പ് ഇതാണ് വേൽമുരുകൻ. നമ്മൾ ഇനി സർവീസ് സ്റ്റേഷനിലോട്ട് പോവാണ്, സോറി പെട്രോൾ പമ്പിലോട്ട് പോവുകയാണ്. ഡീസൽ അടിയേ അണ്ണൻ ക്രെയിൻ എണ്ണം തിരിയാൻ പോണു. ക്രെയിൻ എണ്ണ അവിടെ കാണാൻ വയ്യ, അവിടെ ഏത് വണ്ടിയാണ് വരുന്നത് അല്ലേ? ഇന്ന് രാവിലെ നമ്മളാണ് സൈഡ് പറഞ്ഞത്. അതെ, ക്രെയിൻ എണ്ണ ഹോണൊക്കെ അടിച്ച് ബൂമും കൊണ്ട് ഇറങ്ങി. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് സൈഡാണ് പോവേണ്ടത്. നമുക്ക് അവിടെ ഒരു പമ്പ് ഉണ്ടോ, ഇന്ത്യൻ ഓയിൽ പോയി ഡീസൽ അടിക്കണം. അണ്ണാ മറ്റേ ചാവി മറ്റേതാണല്ലോ, മറ്റേ ചാവി ഇരിക്കാ? മറ്റേ പൂട്ട് ചാവി, ഡീസൽ പൂട്ട്, അത് എടുക്കണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഓപ്പൺ ആക്കി വെച്ചിരിക്കും. 2000 ഫുള്ള് ഇടത്തോട്ടം കറക്കിയതില്ല. പൊക്ക് തൂക്കിയെടു. അയ്യോ, തൂക്ക മുടിയില്ലേ? ഒന്നുകൂടെ ഇടത്തോട്ട് കറക്ക്. ഓക്കെ, പഠിച്ച്. ഓക്കെ, അപ്പൊ നമ്മള് 2000 രൂപയ്ക്ക് ഡീസൽ അടിക്കണം അല്ലയാ? 2000 ലക്ഷറി ലൈഫ് ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. ഏറ് പോയിടും. ആമാ, നമ്മൾ നേരെ വാട്ടർ സർവീസിൽ കൊണ്ടുപോയി വാട്ടർ സർവീസ് ചെയ്തു. 300 രൂപയായി. മൊത്തം ഒന്ന് വെള്ളം അടിച്ച് കഴുകാനായിട്ട്. സോപ്പൊന്നും ഇട്ടില്ല, ഡീസലൊന്നും ഇട്ടില്ല, ജസ്റ്റ് വെള്ളം മാത്രമേ അടിക്കുന്നുള്ളൂ. കാരണം പൊടിയും അഴുക്കൊക്കെ ഒന്ന് കളയാനായിട്ടാണ്. അത് ചെയ്തിട്ട് നേരെ നമ്മൾ ഡീസൽ അടിക്കാൻ വന്നു. ഡീസൽ അടിക്കാനായിട്ട് വന്നു. 2000 രൂപയ്ക്ക് നമ്മൾ ഡീസൽ അടിച്ചു അല്ലേ? 2000 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ചു. അപ്പോൾ 2000 രൂപയ്ക്ക് ഡീസൽ അടിച്ചതെന്ന് വെച്ചാൽ നമുക്ക് നാളെ ഫുള്ള് പെയിന്റ് ചെയ്യേണ്ടതുണ്ട്. വണ്ടി പെയിന്റ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഇതാണോ ഉപയോഗിക്കുന്നത്? ആണ്, ഇവിടെ അങ്ങനെയാണ്.
അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് സൂചിപ്പിച്ചായിരുന്നു. സംഭവം ഇത് നോർമലായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത് ഇല്ലാത്തതിൻ്റെ അല്ല. ഇത് ഇവിടെ ഏത് ബോഡി വർക്ക്ഷോപ്പിൽ ചെന്നാലും നമ്മുടെ വണ്ടിയിൽ നിന്നാണ് എയർ എടുത്തിട്ട് പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്, ഒന്ന് ഇവിടെ കറണ്ട് ഇഷ്യൂ വരാറുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പാതി പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ കറണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു ഫുള്ള് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ഒരു ബോഡി വർക്ക്ഷോപ്പിൽ ഒരു സ്ഥിരം പെയിൻറ്റർ ആയിരിക്കത്തില്ല. അപ്പോൾ ഒരാളായിരിക്കും. ഇപ്പോൾ ഇന്നിവിടെയാണ് പെയിൻറ്റിങ് എങ്കിൽ നാളെ മറ്റൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ്റെ പെയിൻറ്റിങ് സാധനം എടുത്തുകൊണ്ട് പോകും. അതാണ് കാണാം. അതായത് കംപ്രസർ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മുടെ ഹോസ്, മറ്റേ മെഷീൻ ഉണ്ടല്ലോ പെയിന്റ് ഒഴിക്കുന്ന, സ്പ്രേ ചെയ്യുന്ന, അത് മാത്രം എടുത്തുകൊണ്ട് പോയാൽ മതി. എത്ര ദൂരം വേണമെങ്കിലും പോയി പെയിന്റ് അടിച്ചു കൊടുക്കാം. ഓക്കെ അണ്ണാ. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യം. പിന്നെ വളരെ ഈസിയാണ്. വേറെ വലിയ പ്രഷറും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളതിന് കുറച്ച് പിന്നെ നോർമലായിട്ടുള്ളത് തന്നെയുള്ള കംപ്രസർ എന്താ, ടാങ്കിൽ എയർ പ്രഷർ കൊടുത്തിട്ട് അതിൽ നിന്ന് സ്പ്രേ എടുക്കുന്നു, സ്പ്രേ ചെയ്യുന്നു. അതിനൊക്കെ തന്നെ ഇതിന് ടാങ്കിൽ നിന്ന് എയർ എടുത്തിട്ട് സ്പ്രേ ചെയ്യുന്നു. സെയിം തന്നെ. പിന്നെ വലിയ ഡീസൽ ചിലവൊന്നും വരില്ല. നമ്മൾ 2000 രൂപയ്ക്ക് അടിച്ചെങ്കിലും 1000-500 രൂപയുടെ ഡീസലേ ആവത്തുള്ളൂ. വെറുതെ 2-3 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സുഹൃത്ത് അഫ്സൽ അലിയൻ്റെ വണ്ടിയിൽ മറ്റേ കട്ടൻ ചേസ് പുതിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എന്തായാലിയാ? ഓക്കെ, കട്ട് ചെയ്യാണല്ലേ. കാരണം അവിടെ അടി തട്ടുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മൾ പുതുതായിട്ട് കട്ടൻ ചേസ് വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് ആക്സിലേറ്റർ ആൾറെഡി നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും പ്ലാറ്റ്ഫോമിൽ തട്ടി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ആക്സിലേറ്ററിൻ്റെ ഒരു ലിവർ കുറച്ച് കട്ട് ചെയ്ത് കുറച്ച് ഹൈറ്റിൽ വയ്ക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ചവിട്ടി താക്കാൻ പറ്റുന്ന ഗ്യാപ്പ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ പരിപാടിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിവർ കാര്യങ്ങളും നമ്മുടെ സ്റ്റിയറിങ് കാര്യങ്ങളും നമ്മുടെ എയർ പൈപ്പിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ഇന്ന് സെറ്റ് ചെയ്യാനുള്ളതാണ്. ആക്സിലേറ്റർ പിടിപ്പിച്ചു, ബ്രേക്കും ക്ലച്ചും ബാക്കിയുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഈ രീതിയിലാണ് നമുക്ക് പ്ലാറ്റ്ഫോം തട്ടാതെ ടച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അല്ലേ കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് പൊക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് അതണക്ക് ബ്രേക്കും ക്ലച്ചും അല്ലേ. ബ്രേക്ക് ഇപ്പോൾ റെഡിയായി, ക്ലച്ച് റെഡി ആവുന്നുണ്ട്. ഓക്കെ, ബ്രേക്കിന് നമ്മൾ അടിയിൽ കട്ട് ചെയ്ത് ഫുള്ള് വെൽഡ് അടിക്കും. ഓക്കെ ഓക്കെ. രണ്ടും അങ്ങനെ ചെയ്തു. അപ്പോൾ പരിപാടി ഫ്ലാറ്റ് ആക്കിയതുകൊണ്ടാണ് ഇങ്ങനെ വരില്ല. ഓക്കെ. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായി. നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഏകദേശം നമ്മൾ ബാഗൊക്കെ എടുത്ത് നമ്മൾ റൂമിൽ പോവുകയാണ്. റൂം കിട്ടുന്നുണ്ടോ? പോയി നോക്കണം. റൂം കിട്ടുമല്ലേ? എവിടെയെങ്കിലും കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വന്ന് കിടക്കാം. എവിടെ പേടിച്ചു പോയോ? ഇതൊക്കെ തമാശയില്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്. നാളെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വണ്ടിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അല്ലേ? അതെ. നാളെ നമ്മൾ വീണ്ടും വരും.